നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ മത്സരം സംബന്ധിച്ചുള്ള മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ ടി.എൻ. പ്രതാപൻ എം.പി. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് മത്സരമെന്ന മുൻ നിലപാട് തിരുത്തി മത്സരം യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലാണെന്ന് പറഞ്ഞ ടി.എൻ. പ്രതാപൻ തൃശൂരിൽ ബി.ജെ.പി ഇത്തവണയും 3ാം സ്ഥാനത്താവുമെന്നും വ്യക്തമാക്കി. വാഹനാപകടങ്ങൾ. ഗുരുവായൂരിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് 2 പേർക്ക് പരിക്ക്. പാറേമ്പാടത്ത് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. പൂവത്തൂരിൽ ടോറസ് കയറി സ്കൂട്ടർ യാത്രികയായ വിദ്യാർത്ഥിനി മരിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന്റെ ഒരു വശം പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് പണിതിട്ടുള്ളതെന്ന് താലൂക്ക് സർവേ സംഘത്തിന്റെ അളവെടുപ്പിൽ കണ്ടെത്തി. അളവെടുപ്പ് നടത്തിയത് വാർഡ് മെമ്പർ എം.സി. ഐജുവിന്റെ പരാതിയിൽ. കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ സർക്കാർ നല്ല ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ലിംഗസമത്വത്തിലേക്കുള്ള പ്രയാണത്തിന് വിഘാതമാകുന്ന സാഹചര്യങ്ങളെ നേരിട്ട് വിജയം നേടാൻ സാധിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. തീരദേശ മേഖലാ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഏകോപന യോഗം സതീദേവി ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ കുടുംബശ്രീ പദ്ധതിയായ പിങ്ക് കഫേ തുറന്നു പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. കോൺഗ്രസ് നൽകിയ പരാതികൾ പിൻവലിക്കാൻ കോൺഗ്രസ് CPM നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനെ തുടർന്നാണ് കഫേ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ മത്സരം സംബന്ധിച്ചുള്ള മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ ടി.എൻ. പ്രതാപൻ എം.പി. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് മത്സരമെന്ന മുൻ നിലപാട് തിരുത്തി മത്സരം യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലാണെന്ന് പറഞ്ഞ ടി.എൻ. പ്രതാപൻ തൃശൂരിൽ ബി.ജെ.പി ഇത്തവണയും 3ാം സ്ഥാനത്താവുമെന്നും വ്യക്തമാക്കി. തൃശൂരിൽ ബി.ജെ.പി ഇത്തവണയും 3ാം സ്ഥാനത്താവുമെന്നും പ്രതാപൻ വ്യക്തമാക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതാപൻ തന്റെ മുൻ നിലപാട് തിരുത്തിയത്. ദേശീയ തലത്തിൽ ബി.ജെ.പിയുടെ കണ്ണിലെ കരടാണ് താൻ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാളിയായി താൻ എന്നുമുണ്ടാകും. ആകാശം ഇടിഞ്ഞു വീണാലും വർഗീയ ഫാസിസവുമായി ഒരു കോംപ്രമൈസിനും താൻ ഉണ്ടാകില്ല. വർഗീയതയുമായി ഒത്തുതീർപ്പ് ചെയ്യാത്ത നല്ല കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് പ്രതാപൻ പറഞ്ഞു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 236 പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. 19.13 കോടി രൂപ ഇതിനായി അനുവദിച്ചു. കോവിഡിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ പിടിച്ചുവെച്ച 2 വർഷക്കാലയളവിലെ 8 കോടി രൂപ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പല പദ്ധതികളും അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഫണ്ട് ലഭിക്കാത്തതിനാൽ ഭരണാനുമതി നൽകാനായിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സമയബന്ധിതമായി കേന്ദ്രം ഫണ്ട് നൽകാത്ത സ്ഥിതിവിശേഷമുണ്ട്. പാർലമെന്റിൽ എംപിമാരുടെ ചോദ്യങ്ങളുടെ ദേശീയ ശരാശരി 204 ആണെങ്കിൽ 302 ചോദ്യങ്ങൾ ചോദിക്കാൻ തനിക്ക് കഴിഞ്ഞു. ഹാജർ നിലയിൽ ദേശീയ ശരാശരി 79% 82% തന്റെ ഹാജർ നിലയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. ഈ കാലയളവിൽ 5 സ്വകാര്യ ബില്ലിന് നോട്ടീസ് നൽകാനും 1 ബില്ല് അവതരിപ്പിക്കാനും കഴിഞ്ഞു. ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു 5 വർഷത്തെ കാലയളവിൽ 5 തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഏക എംപിയാണ് താനെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ദേവസ്വം കീഴടമായ താമരയൂർ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. രാവിലെ മുതുവറ അനിയൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിലും വൈകിട്ട് കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിലും എഴുന്നള്ളിപ്പുകൾ നടന്നു. തുടർന്ന് ഭഗവതി സന്നിധിയിൽ ദേവസ്വം കോമരം സുരേന്ദ്രൻ നായർ നിറപറ ചൊരിഞ്ഞു. താഴേക്കാവ് മേലേക്കാവ് ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയും നടന്നു. മേലേക്കാവിലെ എഴുന്നള്ളിപ്പിന് കൊമ്പൻ ദാമോദരദാസ് കോലമേറ്റി. താഴേക്കാവിലേക്ക് 21 ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ എത്തി ഭഗവതിയെ വണങ്ങി. രാത്രിയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. ഗുരുതി, അഗ്നി ആരാധന എന്നിവയും ഉണ്ടായിരുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ സർക്കാർ നല്ല ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ലിംഗസമത്വത്തിലേക്കുള്ള പ്രയാണത്തിന് വിഘാതമാകുന്ന സാഹചര്യങ്ങളെ നേരിട്ട് വിജയം നേടാൻ സാധിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. തീരദേശ മേഖലാ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സതീദേവി. എല്ലാവരും തുല്യരാണ് എന്ന് ഉറപ്പു പറയുന്ന ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള അവകാശം അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. ആടുമാടുകളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമല്ല, സതീദേവി പറഞ്ഞു. നിസാര പ്രശ്നങ്ങളെപ്പോലും തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ വിദ്യാസമ്പന്നരായവർ ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് പോകുന്ന സ്ഥിതി ആശങ്കപ്പെടുത്തുന്നുവെന്ന് ബോധവൽക്കരണത്തിനൊപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്ലാസുകളും സ്ത്രീകൾക്ക് നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. നീണ്ട പതിറ്റാണ്ടുകൾ രാജ്യം ഭരിക്കപ്പെട്ടതിന് ശേഷം പോലും നമുക്ക് നമ്മുടെ ജീവിതാവസ്ഥ എന്താണ് എന്ന് സ്വയം പരിശോധിക്കാൻ
എങ്ങനെയാണ് ഈ ജീവിതാവസ്ഥക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയുക? മനുഷ്യ സഹജമായ രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടിയാലോചന അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ, സന്നദ്ധ വളണ്ടിയർമാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഓരോ കേന്ദ്രങ്ങളിലുമുള്ള മനുഷ്യരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കൂട്ടായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏകോപന യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, വി ആർ മഹിളാമണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷെമീം അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ അറാഫത്ത്, സെലീന നാസർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജോയ്നി ജേക്കബ്, ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ടോണി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷീജ, CDS ചെയർപേഴ്സൺ അനിത സുരേഷ് എന്നിവർ സംസാരിച്ചു. റിസർച്ച് ഓഫീസർ AR അർച്ചന ചർച്ച നയിച്ചു. ബഡ്സ് പ്രവർത്തനം, പാലിയേറ്റീവ് പരിചരണം, ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവരെ കണ്ടെത്തി ലഭ്യമാക്കണം. കുടിവെള്ളം ലഭ്യമാകാത്ത വീടുകൾ കണ്ടെത്തി പരിഹാരം കാണണം. പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ, ജനിതക വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള ആരോഗ്യ പരിശോധന, പട്ടയം നൽകുന്നതിന് നടപടി, സർവേ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാം യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഏകോപന യോഗത്തിന് മുൻപ് പുന്നയൂർ പഞ്ചായത്ത് 7, 11 വാർഡുകളിൽ കമ്മീഷൻ അധ്യക്ഷ അടക്കമുള്ള അംഗങ്ങൾ ഗൃഹസന്ദർശനവും നടത്തിയിരുന്നു. വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇവരിൽ നിന്നുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും യോഗത്തിൽ വനിതാ കമ്മീഷൻ ആരാഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സാലിഹ ഷൌക്കത്ത് ചുമതലയേറ്റു. ലീഗിലെ ധാരണ പ്രകാരം നിലവിലെ പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ഭരണസമിതി യോഗത്തിൽ 11ാം വാർഡ് മെമ്പർ കൂടിയായ മുസ്ലിം ലീഗിലെ സാലിഹ ഷൌക്കത്ത് 10 വോട്ടുകൾ നേടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച പ്രസന്ന ചന്ദ്രന് 4 വോട്ടുകളും ലഭിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ രാമചന്ദ്രൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം, കോൺഗ്രസ് നേതാവ് C മുസ്താഖ് അലി, കടപ്പുറം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നളിനാക്ഷൻ, മുസ്ലിം ലീഗ് നേതാക്കളായ PK അബൂബക്കർ, PV ഉമ്മർ കുഞ്ഞി, സയ്യിദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത്, VM മനാഫ്, VP മൻസൂർ അലി തുടങ്ങിയവർ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുമോദിച്ചു. ഗുരുവായൂരിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തെക്കേനടയിലെ ഔട്ടർ റിംഗ് റോഡിൽ രാവിലെ 11ഓടെയായിരുന്നു അപകടം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി രാമനേടത്ത് രാജേഷിന്റെ മകൻ 7 വയസ്സുള്ള അഭിനവ്, രാജേഷിന്റെ അയൽവാസിയും സുഹൃത്തുമായ അജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ എത്തിയതായിരുന്നു സംഘം. രാവിലെ 2 കുട്ടികളെയും 2 സുഹൃത്തുക്കളെയും കൂട്ടി രാജേഷ് വാഹനവുമായി ഇറങ്ങിയതായിരുന്നു. പഴയ BSNL ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു വരികയായിരുന്ന ബൊലേറോ ജീപ്പ് തെക്കേനടയിൽ LIC ഗുരുവായൂർ കോർപ്പറേറ്റ് ഓഫീസിനു മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന കാറിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശം പൂർണ്ണമായും തകർന്നു. അമിത വേഗതയിലായിരുന്ന ജീപ്പിലുള്ളവർ മദ്യപിച്ചിരുന്നതായി കാറുടമ തൈക്കാട് സ്വദേശി ചെറുവത്തൂർ ബിജു പറഞ്ഞു. തെക്കേനടയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ബിജു സ്ഥിരമായി ഇവിടെയാണ് വാഹനം പാർക്ക് ചെയ്യാറുള്ളത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. പൂവത്തൂരിൽ ടോറസ് കയറി സ്കൂട്ടർ യാത്രികയായ വിദ്യാർത്ഥിനി മരിച്ചു. പൂവത്തൂർ കാട്ടേരി വെട്ടിയാറ അഭിമന്യുവിന്റെ മകൾ 18 വയസ്സുള്ള ദേവപ്രിയയാണ് മരിച്ചത്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 6:10ഓടെയായിരുന്നു അപകടം. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ 1ാം വർഷ BCA വിദ്യാർത്ഥിനിയായ ദേവപ്രിയ കോളേജിൽ നിന്ന് NCC പരേഡ് കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. മറ്റൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ ദേവപ്രിയയുടെ തലയിലൂടെ ടോറസിന്റെ ചക്രം കയറിയിറങ്ങി. തൽക്ഷണം മരണം സംഭവിച്ചു. സുരഭിയാണ് മാതാവ്. ദേവനന്ദ, ദേവകിഷൻ എന്നിവർ സഹോദരങ്ങളാണ്. പാറേമ്പാടത്ത് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം പാറേമ്പാടം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോറിക്ഷ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിലാണ് 3 പേർക്ക് പരിക്കേറ്റത്. സ്കൂട്ടർ യാത്രികൻ ചാവക്കാട് പുന്ന സ്വദേശി കളത്തിൽ വീട്ടിൽ 27 വയസ്സുള്ള ഫയാസ്, ബൈക്ക് യാത്രികരായ മന്നലാംകുന്ന് പള്ളത്ത് വീട്ടിൽ 51 വയസ്സുള്ള അലി, മന്നലാംകുന്ന് സ്വദേശി കറുപ്പം വീട്ടിൽ 50 വയസ്സുള്ള മൊയ്തീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു അപകടം.
പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ പുറകിലത്തെ ടയർ റോഡ് സൈഡിലെ കാനയ്ക്ക് മുകളിലിട്ടിരുന്ന സ്ലാബിന് മുകളിൽ കയറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ 3 പേർക്കും തലയ്ക്ക് പരിക്കേറ്റു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി കോതകുളത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ താൽപര്യപ്രകാരം സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും KLDCയുടെയും നേതൃത്വത്തിൽ രാഷ്ട്രീയ കൃഷി വികസന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളത്തിന്റെ നവീകരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, MK ജോസ്, NP അജയൻ, PM സജി, KLDC ചീഫ് എഞ്ചിനീയർ PK ശാലിനി, KC ഫ്രാൻസിസ് മാസ്റ്റർ, KM അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്, തുടർന്നുണ്ടാകണം. ഇനിയും കുളങ്ങളുണ്ട് നമുക്കറിയാം. പഞ്ചായത്ത് അതാ പറഞ്ഞത്, ഞങ്ങളിത് ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം തീർക്കാൻ ഈ കുളങ്ങളുടെ നവീകരണം, കിണറുകളുടെ നവീകരണം, അതുപോലെ തന്നെ നമ്മുടെ ചാലുകൾ മുമ്പ് തൊഴിലുറപ്പിലൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇടയ്ക്ക് ഒരു തടയണ പോലെ 4 മണൽ ചാക്കിട്ട് കഴിഞ്ഞാൽ വെള്ളം ഈ തുലാവർഷം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് കഴിയും. നീർച്ചാലുകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ വീടുകളിൽ ഓരോരുത്തരുടെയും മുറ്റമൊക്കെ മെഴുകി ഇപ്പോൾ ടൈല് വിരിച്ച് ഒക്കെ റോഡിലേക്ക് കാനയിലേക്ക് പോകാനുള്ളതാണ് വെള്ളം എന്നുള്ള മനോഭാവം മാറണം. നമ്മുടെ വീടിനകത്ത് തന്നെ ഒരു ടാങ്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ കിണറിലേക്ക് റീചാർജ് ചെയ്യാം. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ കുടുംബശ്രീ പദ്ധതിയായ പിങ്ക് കഫേ തുറന്ന് പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. പിങ്ക് കഫേക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതികൾ പിൻവലിക്കാൻ കോൺഗ്രസ് CPM നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനെ തുടർന്നാണ് പിങ്ക് കഫേ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുൻവശത്തായി വീതി കുറഞ്ഞ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫേക്കെതിരെ 17-ാം വാർഡ് മെമ്പർ MC ഐജു ഹൈക്കോടതിയിലും പൊതുമരാമത്ത് വകുപ്പിലും നൽകിയ പരാതിയും കോൺഗ്രസ് പ്രവർത്തകനായ റാഫേൽ മുരിങ്ങാത്തേരി CM പോർട്ടിൽ നൽകിയ പരാതിയും പിൻവലിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, PS സുനീഷ് എന്നിവരും CPM നേതാക്കളായ PT ദേവസി, KM അഷറഫ്, MS സിദ്ധൻ എന്നിവരും പങ്കെടുത്ത യോഗത്തിലാണ് പരാതികൾ പിൻവലിക്കാൻ ഐക്യകണ്ഠേന തീരുമാനമായത്. 2023 ഫെബ്രുവരി 14-നാണ് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷനും സ്കൂളിനും മുൻപിലായി സ്ഥാപിച്ചത്. വീതി കുറഞ്ഞ റോഡരികിൽ പിങ്ക് കഫേ സ്ഥാപിച്ചത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പർ MC ഐജു അന്ന് തന്നെ പിങ്ക് കഫേക്ക് മുന്നിൽ സമരം ആരംഭിച്ചു. പിന്നീട് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയും 6 മാസത്തിലധികം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ AC മൊയ്തീൻ MLA യോഗം വിളിച്ചു ചേർത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പിങ്ക് കഫേ മാറ്റി സ്ഥാപിക്കാമെന്ന ധാരണയിൽ ആഗസ്റ്റ് 16-ന് സമരം അവസാനിപ്പിക്കാൻ ധാരണയായി. പിന്നീട് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷന്റെ മറുവശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ ഈ സ്ഥലവും വീതി കുറഞ്ഞ റോഡരികാണെന്നും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും ആരോപിച്ച് ഐജു വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതികൾ നൽകിയിരുന്നു. കോടതിയിലും മറ്റും പരാതികൾ ഉള്ളതിനാൽ കഫേ തുറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസ് CPM നേതാക്കൾ പഞ്ചായത്തിൽ യോഗം ചേർന്ന് പരാതികൾ പിൻവലിക്കാൻ ധാരണയിലെത്തിയത്. നിലവിലുള്ള പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസിനും മുൻപിലായാണ് പിങ്ക് കഫേ പ്രവർത്തിക്കുക. അതേസമയം മുൻപ് പിങ്ക് കഫേ കിടന്നിരുന്ന സ്ഥലത്ത് പോലീസ് പിടിച്ചിരുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. CCTV ന്യൂസ് എരുമപ്പെട്ടി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പുന്നേർകുളം പഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 3ാം ഘട്ട ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. കാൻ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു വിഷയാവതരണം നടത്തി. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് EK നിഷാർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ സനോജ്, പുന്നേർകുളം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ടീച്ചർ, പ്രേമ സിദ്ധാർത്ഥൻ, വാർഡ് മെമ്പർ PS അലി തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരും ആരോഗ്യ ജീവനക്കാരും ആശാവർക്കർമാരും പങ്കെടുത്തു. ഓൺലൈൻ രജിസ്ട്രേഷൻ, സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്ത 700ഓളം പേർ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുത്തു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ നന്ദി പറഞ്ഞു.
കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 6-ന് ഇടവകാംഗവും ലോർഡ്സ് അക്കാദമി പ്രിൻസിപ്പളുമായ ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികനായി ലതീഞ്ഞ, നൊവേന, ദിവ്യബലി, പ്രസ്തേന്തി വാഴ്ച, നേർച്ച വിതരണം തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് ശേഷം വാനിൽ വിസ്മയം തീർത്ത വർണ്ണമഴ അരങ്ങേറി. തുടർന്ന് 7:45-ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ IPS വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. 8 മണിക്ക് തിരുവനന്തപുരം അമല തിയേറ്റേഴ്സ് അവതരിപ്പിച്ച ഫറവോ രാജാവ് ബൈബിൾ നാടകം അരങ്ങേറി. വ്യാഴാഴ്ച രാവിലെ 6:30-ന് നടക്കുന്ന ദിവ്യബലിക്ക് നവവൈദികൻ ഫാദർ ജിജോ എടക്കളത്തൂർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കലും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവ ആശീർവദിച്ച് നൽകലും ഉണ്ടാകും. രാത്രി 11:30-ന് വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. 11:35-ന് 251 കലാകാരന്മാർ അണിനിരക്കുന്ന സംയുക്ത ബാൻഡ് വാദ്യം അരങ്ങേറും. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 7-ന് ഡീപോൾ ആശ്രമം സുപ്പീരിയർ ഫാദർ വർഗീസ് തിരുത്തിച്ചിറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും 10 മണിക്ക് നവവൈദികൻ ഫാദർ പ്രജോബ് വടക്കേത്തലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുറുമാൽ സാന്റാ മരിയ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിസ് പേരാമംഗലത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. വൈകിട്ട് 7-ന് ഫാൻസി വെടിക്കെട്ടും 7:30-ന് സ്റ്റേജ് ഷോയും അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ, കൈക്കാരന്മാരായ PC ലോന, PD ജോസ്, TR റിനീഷ്, AL ജെയിംസ്, ജനറൽ കൺവീനർ ഡേവിഡ് മുട്ടത്ത്, ജോയിന്റ് കൺവീനർ KV ജോയ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. കൂനമുച്ചി യൂത്ത്സ് AVCയുടെ 30-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. തലക്കോടൻ ഗ്രൗണ്ടിൽ നടന്ന വാർഷികാഘോഷം കൂനമുച്ചി ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് TF ജോസഫ് അധ്യക്ഷനായി. ചികിത്സാ ധനസഹായ വിതരണം സിസിലി ചേറുകുട്ടി നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ, PK അസീസ്, മേജർ PJ സ്റ്റൈജു, പ്രവീൺ ചിറയത്ത്, TM ജോബ്, PG ബൈജു എന്നിവർ സംസാരിച്ചു. പ്രതിഭകളെ ആദരിക്കൽ, ചികിത്സാ സഹായ വിതരണം, വിരമിച്ച ജവാന്മാരെ ആദരിക്കൽ എന്നിവയ്ക്കൊപ്പം കൂനമുച്ചി തിരുനാളിന്റെ ഭാഗമായി കാർണിവൽ, വൈദ്യുതാലങ്കാര ഗോപുരം, ഫാൻസി വർണ്ണമഴ തുടങ്ങിയ പരിപാടികളും നടന്നു. ഗുരുവായൂർ നഗരസഭയിൽ വികസന, സേവന, ക്ഷേമ മേഖലകളിലായി 20 കോടി രൂപയുടെ പദ്ധതികൾക്ക് വികസന സെമിനാർ രൂപം നൽകി. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽ ലഭ്യമാക്കി ദാരിദ്ര്യ ലഘൂകരണവും വനിതാ വികസനവും ഉറപ്പുവരുത്തുന്ന പദ്ധതികളും സെമിനാർ മുന്നോട്ട് വെച്ചു. ഭരണം സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് നഗരസഭാ ചെയർമാനുമായി സംവദിക്കുന്നതിന് ഹലോ കോളിംഗ് ചെയർമാൻ പദ്ധതി ആരംഭിക്കും. ക്ഷേത്രത്തിന് സമീപം വിവാഹ രജിസ്ട്രേഷൻ സൌകര്യം, അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശം, സദ്ഭരണം സാധ്യമാക്കുന്നതിനായി ISO സർട്ടിഫിക്കേഷൻ തുടർ നടപടികൾ, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, കുട്ടാടൻ പാടവികസനം, സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി കൃഷി, ക്ഷീരവികസന പ്രോത്സാഹന പദ്ധതി, മണ്ഡലകാലത്ത് ഗുരുവായൂരിലെത്തുന്ന നാടോടികൾക്ക് അഭയകേന്ദ്രം, മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രങ്ങളിൽ ക്യാമറകൾ, ഭവനരഹിതർക്ക് മുൻഗണനാക്രമത്തിൽ വീട്, ഫ്ളാറ്റ് സംവിധാനം, ഭവന പുനരുദ്ധാരണ പദ്ധതി, BPL കുടുംബങ്ങൾക്ക് സൌജന്യ കുടിവെള്ള പൈപ്പ് കണക്ഷൻ, വനിതാ ഫിറ്റ്നസ് സെന്റർ, തൈക്കാട് FHC യൂണിറ്റിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ്, ആയുർവേദ ആശുപത്രികളിൽ ഹോസ്പിറ്റൽ, ഭിന്നശേഷി സൌഹൃദ കാഴ്ചപ്പാടുകളും അടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന വികസന സെമിനാർ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ പദ്ധതി അവതരണം നടത്തി. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, AS മനോജ്, A സായിനാഥൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി വിദ്യാർത്ഥികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ കിളിക്കൊഞ്ചൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ബിന്ദു ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രത്നകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ ബിബിൻ കണ്ണൻ, CP വിമല, ICDS സൂപ്പർവൈസർ മൃദുല എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ അംഗൻവാടികളിൽ നിന്നുള്ള കുരുന്നുകൾ കലോത്സവത്തിലെ വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്തു. അംഗൻവാടി ജീവനക്കാരും രക്ഷിതാക്കളും സംബന്ധിച്ചു. കുന്നംകുളം
നഗരസഭയിൽ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വികസന സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. 2024-25 വർഷത്തെ കരട് പദ്ധതി രേഖയിൽ തൊഴിൽ സംരംഭക പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നത്. വികസന ഫണ്ട് 7,42,87,000 രൂപയും ജനറൽ ഫണ്ട് 5,04,76,000 രൂപയും SSI ഫണ്ടായി 2,38,11,000 രൂപയും ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റായി 4,58,46,000 രൂപയുമാണ് പദ്ധതികൾക്കായി ലഭിക്കുന്നത്. തൊഴിൽ നൽകുന്ന തൊഴിൽ സംരംഭക വർഷമായാണ് 2024-25 വർഷത്തെ കാണുന്നതെന്ന് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 100 പേർക്കെങ്കിലും അസാപ്പിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശീലനം കൊടുക്കാനും തൊഴിൽ ഉറപ്പുവരുത്തി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 2024-25 വർഷം എന്ന് പറഞ്ഞാൽ 500 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ സംരംഭക വർഷമായി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് 7,42,87,000 രൂപയാണ്. അതിൽ ജനറൽ ഫണ്ട് 5,04,76,000 രൂപയും SC ഫണ്ടായി കാണുന്നത് 2,38,11,000 രൂപയാണ്. ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡായി ലഭിക്കുന്നത് 4,58,46,000 രൂപയാണ്. ഈ സംഖ്യയാണ് കുന്നംകുളം നഗരസഭയ്ക്കകത്ത് ഈ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നടത്തി തീർക്കാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല പിന്തുണയാണ് എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നും മറ്റ് പട്ടണത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്. ഈ പദ്ധതി നടത്തി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം 37 വാർഡിലെയും വാർഡ് സഭകൾ ചേർന്നു. അതിനുശേഷം വയോജനങ്ങളുടെ വാർഡ് സഭ ചേർന്നു, ഭിന്നശേഷിക്കാരുടെ വാർഡ് സഭ ചേർന്നു. കുന്നംകുളം അസാപ്പിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ വർഷം 100 പേർക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കുവാനും പരിശീലനം നൽകുവാനും സാധിച്ചിട്ടുണ്ടെന്നും 2024-25 വർഷത്തിൽ 500 പേർക്ക് തൊഴിൽ നൽകുവാനാണ് പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും PM സുരേഷ് പറഞ്ഞു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ, PK ഷബീർ, കൌൺസിലർ ബീന രവി, സെക്രട്ടറി ഇൻചാർജ് EC ബിനോയ് ബോസ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മണത്തല ബേബി റോഡ് സ്വദേശി തന്നിശ്ശേരി പരേതനായ ശങ്കരൻ മകൻ 46 വയസ്സുള്ള പ്രേമനാണ് മരിച്ചത്. 2 ദിവസമായി ഇയാളെ കാണാതായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന പ്രേമൻ അവിവാഹിതനാണ്. തങ്കമാതാവാണ്. മണി, തനുജ, വിജയൻ, ബാലകൃഷ്ണൻ എന്നിവർ സഹോദരങ്ങളാണ്. നിർമ്മാണം പുനരാരംഭിച്ച കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് MLA AC മൊയ്തീൻ KRFB ഉദ്യോഗസ്ഥരുമായി സന്ദർശിച്ചു. ചിറനെല്ലൂർ കൂമ്പുഴ ഭാഗത്താണ് MLAയും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സന്ദർശനം നടത്തിയത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് സംസ്ഥാന സർക്കാരിന്റെ പശ്ചാത്തല സൌകര്യ വികസന പരിപാടിയായ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തീരുമാനമെടുത്തിരുന്നു. 9.88 കിലോമീറ്റർ ദൂരം 12 മീറ്റർ വീതിയിൽ 32.67 കോടി രൂപ ചിലവഴിച്ച് ആധുനികവൽക്കരിക്കുന്ന പദ്ധതി നടപടിക്രമങ്ങൾ പൂർത്തിയായി നിർമ്മാണ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചിരുന്നു. 2021 മെയ് മാസത്തിൽ കരാർ ഏറ്റെടുത്ത ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കോയമ്പത്തൂർ കമ്പനി പ്രവൃത്തിയുടെ പ്രാധാന്യം കണക്കിലെടുക്കാതെ കലുങ്കുകളുടെ പ്രവൃത്തി പകുതി പണിയുകയും സംരക്ഷണ ഭിത്തി പൊളിച്ചുമാറ്റി പ്രവൃത്തി തുടങ്ങാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥലത്തുനിന്ന് പിന്മാറുകയുമാണ് ഉണ്ടായത്. തുടർന്ന് റിസ്ക് ആൻഡ് കോസ്റ്റ് പ്രകാരം കരാർ റദ്ദാക്കുകയും ബാക്കി പ്രവൃത്തികൾക്ക് പുതിയ ടെൻഡർ ക്ഷണിക്കുകയുമായിരുന്നു. യൂട്ടിലിറ്റി മാറ്റുന്നതിനുള്ള പ്രവൃത്തികളുടെ തുക അധികരിച്ചതിനാലും ചരക്ക് സേവന നികുതിയിലും ഷെഡ്യൂൾ നിരക്കുകളിലും മാറ്റം വന്നതിനാൽ 32.66 കോടി തുകയിൽ നിന്ന് 48.59 കോടിയായി അടങ്കലുയർന്ന പദ്ധതിയുടെ തുടർ നടപടികൾക്ക് കിഫ്ബി ബോർഡിന്റെ അധിക ഭരണാനുമതി ആവശ്യമായിരുന്നു. നിലവിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ 80%, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 75%, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പ്രവൃത്തികൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ വഴി പുരോഗമിച്ചു വരികയാണ്. പുതിയ ടെൻഡർ ഏറ്റെടുത്ത ബാബ് കൺസ്ട്രക്ഷൻ കമ്പനി കഴിഞ്ഞ ദിവസം സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. ചാവക്കാട് BRCക്ക് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിക്ക് തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ചാവക്കാട് BRCയിലെ UP ഹൈസ്കൂൾ അധ്യാപകർക്കായി പരിശീലനം സംഘടിപ്പിച്ചു. BRC ഹാളിൽ കവിയും എഴുത്തുകാരനും നാടകകൃത്തുമായ ലത്തീഫ് മമ്മിയൂർ ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർ TS അജിത അധ്യക്ഷയായി. RPമാരായ മായ, ജോത്സന, അലീന എന്നിവർ ക്ലാസ് നയിച്ചു. കുട്ടികളിൽ വായന പരിപോഷിപ്പിക്കുകയും അതിലൂടെ സർഗാത്മകമായ എഴുത്തിലേക്കും അനുഭവതലത്തിലേക്കും കുട്ടികളെ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
കുന്നംകുളം മുൻ നഗരസഭാ കൌൺസിലർ കാർത്തുള്ളി KV കൃഷ്ണൻ എന്ന പ്രഭാകരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, കുന്നംകുളം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടർ, SNDP യൂണിയൻ ശാഖാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പത്മാവതി ഭാര്യയാണ്. ഷീജ ശ്രീകുമാർ, ഷാജൻ കൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷാനി കൃഷ്ണൻ എന്നിവർ മക്കളാണ്. ശ്രീകുമാർ, ധന്യ ഷാജൻ, MP പ്രസി എന്നിവർ മരുമക്കളാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗായകനും ചിത്രകാരനുമായ കാർത്തികേയൻ ഏങ്ങണ്ടിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് തഹസിൽദാർ TK ഷാജി അധ്യക്ഷത വഹിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് PN സുരേഷ്, DM തോമസ് എന്നിവർ സംസാരിച്ചു. ES സലീം, KB ഹരീഷ്, രമ്യ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. IA ജോസ്മോൻ സ്വാഗതവും KM രമേശ് നന്ദിയും പറഞ്ഞു. 5 കലാലയങ്ങളിൽ നിന്നും 20 കുട്ടികൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. പുന്നയൂർ അകലാട് ശ്രീ ബാലസുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിലെ താലപ്പൊലി മകർചൊവ്വ മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ജനുവരി 15 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു താലപ്പൊലി ആഘോഷം. 15 വൈകിട്ട് 6 മണിക്ക് പ്രത്യേക പൂജകൾക്ക് ശേഷം കൊടിയേറ്റം നടന്നു. തുടർന്ന് ചുറ്റുവിളക്കും താമരത്ത് മഠപതി കമ്മിറ്റി വക അഷ്ടനാഗക്കളവും ഉണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭൂതക്കളം, മുത്തപ്പൻ ഭൈരവൻ കളം, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, ചാത്തൻ സ്വാമിക്ക് രൂപക്കളം, ദേവിക്ക് രൂപക്കളം എന്നിവയും ഉണ്ടായിരുന്നു. മഹോത്സവ ദിവസമായ മകരച്ചൊവ്വ ദിവസം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളായ ഗണപതി ഹോമം, പറയെടുപ്പ്, അഭിഷേകങ്ങൾ, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും ഉണ്ടായിരുന്നു. വിവേകാനന്ദ മാമ്പുള്ളി ക്ഷേത്രത്തിൽ നിന്നും മൈത്രി മതിയാട്ട് ബാബു എന്നിവരുടെ വസതിയിൽ നിന്നും പൂത്താലങ്ങളുടെ വരവുമുണ്ടായി. ഉത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും നടന്നു. വൈകിട്ട് 4 മണി മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകളും ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. താമരത്ത് മഠപതി ആഘോഷ കമ്മിറ്റിയുടെ ഉത്സവപൂരമാണ് ആദ്യം ക്ഷേത്രത്തിലെത്തിയത്. നാടൻ കലാരൂപങ്ങൾ, ശിങ്കാരിമേളം, ആന, പാണ്ടിമേളം, തിറ, കരിങ്കാളി, തമ്പോലം, കാവടി എന്നിവ എഴുന്നള്ളിപ്പിന് വർണ്ണപ്പകിട്ട് നൽകി. കോട്ടേക്കാട് വിനായകൻ ക്ഷേത്ര കമ്മിറ്റിക്കു വേണ്ടി തിടമ്പേറ്റി. ഗജകേസരികളായ പാമ്പാടി സുന്ദരൻ, മംഗലംകുന്ന് ശരൺ അയ്യപ്പൻ എന്നിവരും എഴുന്നള്ളിപ്പിന് അഴകായി. മണികണ്ഠൻ, ഗോപി താമരത്ത്, ശശി എന്നിവർക്ക് പുറമെ കീഴ്ക്കാവിൽ അപ്പുമോനും വെളിച്ചപ്പാടുകളായി. രാത്രി 9:30 അടയും പുഴുക്കുമുണ്ടായിരുന്നു. പുലർച്ചെ താലം, പാൽക്കുടം എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം ഗുരുതി സമർപ്പണം നടത്തിയതോടെ മഹോത്സവത്തിന് സമാപനമായി. പൂജകൾക്ക് ശാന്തി സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകി. ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് AK മനോജ്, സെക്രട്ടറി KC സദാനന്ദൻ, ട്രഷറർ TM സുഭാഷ് എന്നിവരും മറ്റു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം. തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രം 10ാം വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ പൂജകൾക്ക് ശേഷം തിരുവത്ര ശിവക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ തിടമ്പെഴുന്നള്ളിപ്പ് താലത്തിന്റെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് വിവിധ കരകളിൽ നിന്ന് ഉത്സവാഘോഷ കമ്മിറ്റികളായ ദൃശ്യ തിരുവത്ര, ശിവസംഘം, അയോധ്യ നഗർ, നവയുവ തിരുവത്ര, മകരം കളർപ്പാട്ട് ട്രസ്റ്റ് കമ്മിറ്റി, രാവണൻ കുഞ്ചേരി എന്നീ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിറ, പൂതൻ, തെയ്യം, പൂക്കാവടി, ശിങ്കാരിമേളം, നാഗസ്വരം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉത്സവാഘോഷത്തിന് ക്ഷേത്രം പ്രസിഡന്റ് PM മുകുന്ദൻ, സെക്രട്ടറി MS വേലായുധൻ, ട്രഷറർ MD പ്രകാശൻ, സഹഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രം ശാന്തി മുനീരാനന്ദ സ്വാമി പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കണ്ടാണിശ്ശേരി വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ നട തുറക്കലിന് ശേഷം അഭിഷേകങ്ങൾ, മലർനിവേദ്യം, കൊടിയേറ്റം എന്നിവയെ തുടർന്ന് നടക്കൽപ്പറ ആരംഭിച്ചു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി സുനിൽ ഭട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം 1 മണിക്ക് നട അടച്ചു. 1:30 നട തുറക്കലിനെ തുടർന്ന് 2 മണിക്ക് മൂലസ്ഥാനത്ത് നിന്ന് ദേവസ്വം പൂരത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൊമ്പൻ ചിറക്കൽ ശബരിനാഥ് ഭഗവതിയുടെ തിടമ്പേറ്റി. 3:20 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചു. 4:45 സുനിൽ അഗതിയൂരിന്റെ മേളപ്രമാണിത്വത്തിൽ പഞ്ചവാദ്യം കൂട്ടിയെഴുന്നള്ളിപ്പും 6 മണിക്ക് കലാനിലയം രമേശന്റെ പ്രമാണിത്വത്തിൽ ചെണ്ടമേളം കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. 7:10 താഴത്തേക്കാവിൽ വേലവരവിന് തുടക്കം കുറിച്ചു. 8:50 വേലയുടെ സമാപനം നടന്നു. ദേവസ്വം പൂരത്തിന് പുറമെ 10 കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പും 4 കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വേലവരവും മകരപ്പത്ത് മഹോത്സവത്തിന്റെ ഭാഗമായുണ്ടായി. മകരപ്പത്തിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 7 സാരഥി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും ബുധനാഴ്ച വോയ്സ് ഓഫ് കൊച്ചിന്റെ ഗാനമേളയും അരങ്ങേറി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ബാലകൃഷ്ണൻ, VS സിജോ, PM ഷാജി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി.
മണത്തല നെടിയെടുത്ത ശ്രീഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, പറനിറയ്ക്കൽ, പട്ടും താലിയും ചാർത്തൽ, കലശപൂജ, ഉപദേവക്യ പൂജ, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് പാണ്ടിമേളം, തായമ്പക, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാമസങ്കീർത്തനം, ഭജനാവലി എന്നിവയും ഉണ്ടായി. മേൽശാന്തി കണ്ണൻ, ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് NR ചന്ദ്രശേഖരൻ, സെക്രട്ടറി NS രത്നകുമാർ, വൈസ് പ്രസിഡന്റ് NS സുരേന്ദ്രൻ, ട്രഷറർ NG ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മണ്ഡലം പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകന യോഗം AC മൊയ്തീൻ MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്നു. മണ്ഡലത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാന കിഫ്ബി വർക്കുകളുടെ സ്ഥലം ഏറ്റെടുപ്പ് പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ്, കുന്നംകുളം ജംഗ്ഷൻ വികസനം, കുന്നംകുളം റിംഗ് റോഡ് വികസനം തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാരുടെ സംഘവും KRFBയും സംയുക്തമായി കൂടിയാലോചനകൾ നടത്തി മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ജനുവരി 30-ന് സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ തീരുമാനമായി. KSTP നിർവഹണം നടത്തുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം മന്ദഗതിയിൽ നടക്കുന്നതിൽ MLA ആശങ്കയറിയിച്ചു. കരാർ കാലാവധി പൂർത്തിയായ സ്ഥിതിക്ക് നിലവിലെ കരാറുകാരനെ മാറ്റി ആവശ്യമെങ്കിൽ നഷ്ടോത്തരവാദിത്വത്തിൽ പുതിയ കരാറുകാരെ കണ്ടെത്തി പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് KSTPയോട് ആവശ്യപ്പെട്ടു. വെട്ടിക്കളവ് ഫസ്റ്റ് റീച്ചിന്റെ ഭാഗമായുള്ള കിഴൂർ റോഡിൽ ടൈൽ വിരിക്കൽ അനന്തമായി നീണ്ടുപോകുന്നത് പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. 2 ദിവസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി. അക്കിക്കാവ് നിലമ്പൂർ റോഡ് റീസ്റ്റോറേഷൻ ജനുവരി 29-30 തീയതികളിലായി പൂർത്തീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകി. നെല്ലുവായ് ഇട്ടോണം റോഡിൽ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി വാട്ടർ അതോറിറ്റി PWD റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തലത്തിൽ യോഗം ചേർന്ന് ആവശ്യമായ കരാർ വ്യവസ്ഥകൾ ആലോചിക്കാൻ തീരുമാനിച്ചു. ബിൽഡിംഗ്സ് വിഭാഗത്തിൽ എരുമപ്പെട്ടി ആരോഗ്യ കേന്ദ്രം, കെട്ടിട നിർമ്മാണം, ലിഫ്റ്റ് ഉൾപ്പെടെയുള്ളവ മാർച്ച് 31-നകം പൂർത്തിയാക്കാനും തീരുമാനിച്ചു. കുന്നംകുളം റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ശോഭി, ES രേഷ്മ, PI രാജേന്ദ്രൻ, നോഡൽ ഓഫീസർ PWD ബിൽഡിംഗ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീമാല, റോഡ്സ്, ബിൽഡിംഗ്സ്, ബ്രിഡ്ജസ്, മെയിന്റനൻസ്, KRFB, റവന്യൂ, വാട്ടർ അതോറിറ്റി, KSEB ഉദ്യോഗസ്ഥർ, കരാറുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത പശ്ചാത്തലത്തിൽ 1992 പ്രശസ്ത സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ ചിത്രീകരിച്ച രാം കെ നാം ഡോക്യുമെന്ററി DYFI തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറം സെന്ററിൽ പ്രദർശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്യുമെന്ററി പ്രദർശനം RSS തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കേരളത്തിലുടനീളം DYFI ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KK മുബാറക്, CPIM തിരുവത്ര ലോക്കൽ സെക്രട്ടറി KH സലാം, DYFI ബ്ലോക്ക് ട്രഷറർ TM ഷെഫീഖ്, ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, TM ഹനീഫ, PP രണദിവെ, DYFI മേഖലാ സെക്രട്ടറി ജാബിർ KU, മേഖലാ പ്രസിഡന്റ് MS ജിതീഷ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീലങ്കൻ ജനപ്രതിനിധികളുടെ പഠന സംഘം എളവള്ളി പഞ്ചായത്തിൽ സന്ദർശനം നടത്തി. ആരോഗ്യരംഗത്ത് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് ശ്രീലങ്കൻ പഠന സംഘം എളവള്ളി ഗ്രാമപഞ്ചായത്ത് സന്ദർശിക്കാനെത്തിയത്. സംസ്ഥാനത്തിന് മാതൃകാപരമായി എളവള്ളിയിൽ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സംഘം വിലയിരുത്തി. ഗ്രാമപഞ്ചായത്തിന്റെ വൈവിധ്യവും നൂതനവുമായ പദ്ധതികളെക്കുറിച്ച് പ്രസിഡന്റ് ജിയോ ഫോക്സ് സംഘാംഗങ്ങളോട് വിശദീകരിച്ചു. ശ്രീലങ്ക വുമൺ ആൻഡ് മീഡിയ കളക്ടീവ് ഏജൻസി വഴിയാണ് പ്രാദേശിക സഭാ കൌൺസിൽ അംഗങ്ങളായ 27 പേരടങ്ങുന്ന സംഘം എളവള്ളി പഞ്ചായത്തിലെത്തിയത്. പ്രസിഡന്റ് ജിയോ ഫോക്സ്, സെക്രട്ടറി തോമസ് രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രീലങ്കൻ സംഘത്തെ സ്വീകരിച്ചു. എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രം, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ച സംഘത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി അധ്യക്ഷരായ NB ജയ, TC മോഹനൻ, സെക്രട്ടറി തോമസ് രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു ആൻഡ്രൂസ്, കില ഡെപ്യൂട്ടി ഡയറക്ടർ KK ബാബു, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS അജൂഷ് തമ്പി എന്നിവർ അനുഗമിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കാണിയാമ്പാൽ ശ്രീ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തിൽ മകരപ്പത്ത് പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി കുറുവങ്ങാട്ടിൽ കാർത്തികേയന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകളും ഉണ്ടായി. 9 മണിക്ക് സമൂഹ പൊങ്കാല ആരംഭിച്ചു. ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിത്യവും നടന്നു. വൈകിട്ട് 5-ന് ഭക്തിസേവയും ചീരംകുളം ഭഗവതിയുടെ തിരുസന്നിധിയിൽ നിന്നും ശ്രീ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള താലം എഴുന്നള്ളിപ്പും നടന്നു. ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും ഉണ്ടായി. പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിതിട്ടുള്ളതെന്ന് വാർഡ് മെമ്പർ MC ഐജുവിന്റെ പരാതിയിൽ താലൂക്ക് സർവേ ടീം അളവ് നടത്തി.
പോലീസ് സ്റ്റേഷന് സമീപമുള്ള റോഡിൽ സർവേ നമ്പർ 242/1 അളന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു വശം പഞ്ചായത്ത് റോഡിലാണെന്ന് കണ്ടെത്തി. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിനോട് ചേർന്ന് 9.3 മീറ്റർ വീതിയും പുറകുവശത്ത് 4.8 മീറ്റർ വീതിയുമുള്ള റോഡിലേക്ക് പകുതിയോളം ഇറങ്ങിയാണ് കെട്ടിടം നിൽക്കുന്നതെന്നും പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിതിട്ടുള്ളത് എന്നും കണ്ടെത്തിയതായി 17-ാം വാർഡ് മെമ്പർ MC ഐജു അറിയിച്ചു. 2022 ജില്ലാ കളക്ടർക്ക് ഐജു നൽകിയ പരാതി പരിഗണിച്ച് റോഡ് അളക്കുകയും തുടർന്ന് സർവേയർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ തഹസിൽദാർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു വശം പഞ്ചായത്ത് റോഡിലാണെന്ന് സാക്ഷ്യപ്പെടുത്തി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്ന് അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് റോഡ് അളന്ന് കയ്യേറ്റം അടയാളപ്പെടുത്താൻ താലൂക്ക് ഭൂരേഖ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായാണ് വീണ്ടും സർവേ നടത്തിയത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. വേലൂർ ഇടവക സമൂഹം സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്തനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ബുധനാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് നവവൈദികൻ ഫ്രാൻസിസ് പുതുക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭവന സമർപ്പണവും ആഘോഷകരമായ പാട്ടുകുർബാനയും നടന്നു. തുടർന്ന് നവവൈദികൻ ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക SJ തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ജീൻ ചെറിയത്ത എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്ട്, പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് പാടൂർ ചാലക്കൽ, കൈക്കാരന്മാരായ ജസ്റ്റിൻ നീലങ്കാവിൽ, സൈമൺ ഒലക്കെങ്കിൽ, ഡൊമിനിക് മുളയ്ക്കൽ, നിധിൻ അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ വിമൺസ് കോളേജിൽ കുഞ്ഞൻ പുസ്തകങ്ങളുടെ രചനയിലൂടെ ലോക ഗിന്നസ് റെക്കോർഡ് നേടിയ സത്താർ ആദൂർ നയിച്ച സാഹിത്യ ശില്പശാല വേറിട്ട അനുഭവമായി. അവനവന്റെ സാംസ്കാരിക ചിന്തകൾ എല്ലാ കാലഘട്ടത്തിലും അടയാളപ്പെടുത്തുകയും പിന്നീട് ലോകത്ത് ചരിത്രമായ പല വിപ്ലവങ്ങൾക്കും അവർക്ക് സർഗാത്മകമായ കഴിവുകൾ ഇടം നൽകുകയും ചെയ്തു. കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടത്തിയ സൂക്ഷ്മരചനാ ശില്പശാലയിലാണ് ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരളയുടെ സംസ്ഥാന പ്രസിഡന്റായ സത്താർ ആദൂർ മുഖ്യാതിഥിയായി എത്തിയത്. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള 3000-ലധികം പുസ്തകങ്ങൾ രചിച്ച ലോക റെക്കോർഡ് നേടിയ ഇദ്ദേഹം വിദ്യാർത്ഥികൾക്കായി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഹൈക്കു സാഹിത്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. കഥകളും അനുഭവങ്ങളും അവതരിപ്പിക്കുക വഴി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് സത്താർ ആദൂർ പറഞ്ഞു. അദ്ദേഹം രചിച്ച കുഞ്ഞൻ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി നൽകി. കോളേജ് ലൈബ്രറിയും DC ബുക്സും ചേർന്ന് സംഘടിപ്പിച്ച പുസ്തകോത്സവവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KT കമാലുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ ലൈഫ് സ്കിൽ വിഭാഗം മേധാവി PK ജമാൽ, മലയാള വിഭാഗം അധ്യാപകരായ ഗ്രീഷ്മ രവീന്ദ്രൻ, K സജിത, 1ാം വർഷ BSc സൈക്കോളജി വിദ്യാർത്ഥിനി നുഹ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗുരുവായൂർ പുന്നത്തൂർ റോഡ് താനപ്പറമ്പിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ രഥോത്സവത്തിന് കൊടിയേറി. പൂജിച്ച കൊടിക്കൂറ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം മേൽശാന്തി സത്യൻ താനപ്പറമ്പിൽ കൊടിയേറ്റി. വെള്ളിയാഴ്ചയാണ് തൈപ്പൂയം. രാവിലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം, നടപ്പറ, ഉച്ചയ്ക്ക് അന്നദാനം, ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ്, വൈകിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പ് വരവ്, രാത്രി കേളി, തായമ്പക, ആറാട്ട് എന്നിവയുണ്ടായി. ചാലിശ്ശേരി ശ്രീ മുലയം പറമ്പത്ത് പൂരാഘോഷത്തിനോടനുബന്ധിച്ച് പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പുറത്തിറക്കിയ കലണ്ടർ പ്രകാശനം ചെയ്തു. ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര കോമരം ശിവശങ്കരൻ, ക്ഷേത്ര ഊരാളൻ കുതിരമന വലിയ വാസുദേവൻ നമ്പൂതിരിക്ക് നൽകിക്കൊണ്ട് കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. പൂരദിവസം ഗജവീരൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ദേവിയുടെ തിടമ്പേറ്റും. ഉഷശ്രീ ശങ്കരൻകുട്ടി, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്നീ ഗജവീരന്മാരുടെ അകമ്പടിയിൽ കരിയന്നൂർ ബ്രദേഴ്സിന്റെ നാദസ്വരവും മൂലംകോട് ഉദയകുമാർ നയിക്കുന്ന പാണ്ഡിമേളവും നടക്കും. രാത്രിയിൽ താലവും പൂരം എഴുന്നള്ളിപ്പും ഉണ്ടാകും. പ്രകാശന ചടങ്ങിൽ ശ്രീജിത്ത്, KR ഗോപി, KV ശ്രീരാഗ്, നിഖിൽ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ താണിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം ജനുവരി 30 നടക്കും. താലപ്പൊലിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ചുറ്റുവിളക്ക്, ഗുരുവായൂർ ശ്യാമളന്റെ തായമ്പക എന്നിവയും ശനിയാഴ്ച വൈകിട്ട് 7 കൊടിയേറ്റവും നടക്കും. ഞായറാഴ്ച രാവിലെ നാട്ടുപറ പുറപ്പാട് ആരംഭിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 7 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ 4:30 നിർമ്മാല്യ ദർശനം, അഭിഷേകം, അലങ്കാരം, ഗണപതി ഹോമം, ഉഷപൂജ, കേളി, അഷ്ടപതി, നാഗപ്പാട്ട്, നാവൂറുപാടൽ എന്നിവയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ എഴുന്നള്ളിപ്പ്, 5:30 നാട്ടുപൂരങ്ങളുടെ വരവ്, നടക്കൽപ്പറ, ഗുരുതി, ദീപാരാധന, കേളി, ഗുരുവായൂർ ശ്യാമളനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചതായമ്പക, രാത്രി 8:30 മുതൽ നാടൻപാട്ട്, നാടൻ കലാരൂപങ്ങൾ എന്നിവയും 11 മണിക്ക് വിഷ്ണുമായ കളം, രാത്രി എഴുന്നള്ളിപ്പും താലംവരവും ഉണ്ടാകും. പെരുമ്പിലാവ് അറയ്ക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണത്തിനിടെ ഗൃഹനാഥന്റെ വിരൽ വൈദ്യുതി കട്ടറിനടിയിൽപ്പെട്ട് അറ്റുതൂങ്ങി.
കോട്ടോൽ വില്ലന്നൂർ തറയിൽ നാസറിനെ ആദ്യം അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 3:00-ഓടെയായിരുന്നു സംഭവം. വീട് നിർമ്മാണ ജോലികൾക്കായി വൈദ്യുത കട്ടർ ഉപയോഗിച്ച് മരപ്പലക മുറിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കട്ടർ കൈവിരലിൽ കുടുങ്ങുകയായിരുന്നു. വലതുകൈ പത്തിയിലെ 3 വിരലുകൾക്കാണ് പരിക്ക്. ഒരു വിരൽ അറ്റുതൂങ്ങുകയും മറ്റ് 2 വിരലുകൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്ക് ഗുരുതരമായതിനാൽ നാസറിന്റെ കൈവിരലുകൾക്ക് ഡോക്ടർമാർ പ്ലാസ്റ്റിക് സർജറി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തീകരിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 27-ന് നടക്കുമെന്ന് NK അക്ബർ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. പൊന്നേർകുളം പഞ്ചായത്തിലെ പനംതറയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ സമീപമാണ് 4899 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റ് നിർമ്മാണ ചുമതലയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.87 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ രജിസ്റ്റർ ക്യാബിൻ, ഓഫീസ്, ലൈബ്രറി, ഓഡിറ്റ് റൂം, റെക്കോർഡ് റൂം, ഡൈനിങ് ഹാൾ, കാത്തിരിപ്പ് മുറി, ശുചിമുറി എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രാർ ഉൾപ്പെടെ 7 ജീവനക്കാർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്. 2018-ൽ ഭരണാനുമതി ലഭിച്ച് വിവിധ കാരണങ്ങളാൽ നീണ്ടുപോയ കെട്ടിട നിർമ്മാണം ഗുരുവായൂർ MLA NK അക്ബറിന്റെ ഇടപെടൽ മൂലമാണ് ത്വരിതഗതിയിലായതും നിർമ്മാണം പൂർത്തീകരിച്ചതും. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സബ് രജിസ്ട്രാർ K രാജേഷ് എന്നിവർ പങ്കെടുത്തു. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി കുന്നംകുളം അർബൻ സഹകരണ സൊസൈറ്റിയിൽ നൽകുന്ന സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ സൊസൈറ്റി ഹെഡ് ഓഫ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CPIM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC ഷെറിക്ക് പച്ചക്കറി തൈകൾ നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സംയോജിത കൃഷിയുടെ ഭാഗമായി വിഷരഹിതമായ പച്ചക്കറിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന കേരള സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി നഗരസഭാ പരിധിക്കകത്ത് 50,000 പച്ചക്കറി തൈകളാണ് കുന്നംകുളം അർബൻ സഹകരണ സൊസൈറ്റിയിലൂടെ സൗജന്യമായി നൽകുന്നത്. ഹൈബ്രിഡ് വിത്തുകൾ, പാകിമുളപ്പിച്ച വെണ്ട, വഴുതന, തക്കാളി, മുളക് എന്നീ ഇനങ്ങളാണ് വിതരണം ചെയ്യുക. സൊസൈറ്റി പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി TP ശോഭന, വൈസ് പ്രസിഡന്റ് ജിതിൻ K വിജയൻ, ഡയറക്ടർമാരായ സുഗു K ഇട്ടേശൻ, ഭരണസമിതി അംഗങ്ങളായ എഡ്വി സക്കറിയ, MA വേലായുധൻ, പുഷ്പ ജോൺ, വിദ്യ രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായികമേള വേറിട്ടതായി. ലിമിറ്റ്ലെസ് 2K24 എന്ന പേരിൽ അൻസാർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ സ്പോർട്സ് മീറ്റ് ശ്രദ്ധേയമായി. അൻസാർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റ് ഗോൾഡ് മെഡൽ ജേതാവുമായ മുഹമ്മദ് സജിൻ സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഓൾ കേരള ഇന്റർ സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യന്മാരായ അൻസാർ സ്പെഷ്യൽ സ്കൂൾ ടീമംഗങ്ങളെ അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ KV മുഹമ്മദ് ട്രോഫി നൽകി ആദരിച്ചു. അൻസാർ സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ പതാക ഉയർത്തി. അൻസാർ മെന്റൽ ഹെൽത്ത് പ്രോജക്ട് CO ഷാക്കിർ മൂസ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് K സലീം, അധ്യാപകൻ C ആഷിഖ് എന്നിവർ സംസാരിച്ചു. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പാൾ VK ഫൗസിയ സ്വാഗതവും സ്കൂൾ അധ്യാപിക K സാജിദ നന്ദിയും പറഞ്ഞു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി 3 കാറ്റഗറികളിലായി നടത്തിയ 100, 200 മീറ്റർ ഓട്ടം, ലോങ് ജംപ്, ഷോട്ട് പുട്ട്, 500 മീറ്റർ റിലേ, സ്റ്റാൻഡിംഗ് ലോങ് ജംപ്, ബോൾ ത്രോ, മാച്ചിംഗ് സ്പോർട്സ് മെറ്റീരിയൽ എന്നീ മത്സരങ്ങളിൽ 1ാം സ്ഥാനത്ത് ഗ്രീൻ ഹൌസും 2ാമതായി റെഡ് ഹൌസും 3ാം സ്ഥാനത്ത് ബ്ലൂ ഹൌസും വിജയികളായി. വിജയികൾക്ക് അൻസാർ സ്കൂൾ കായിക വിഭാഗം മേധാവി KA അബൂബക്കർ, ബിജന C എന്നിവർ സമ്മാനം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. കടങ്ങോട് പഞ്ചായത്ത് 7ാം വാർഡ് പാഴിയോട്ടുമുറി കുടക്കുഴി 101 നമ്പർ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള അംഗൻവാടി പ്രകൃതി ദുരന്തത്താൽ തകർന്നതിനെ തുടർന്ന് AC മൊയ്തീൻ MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. MLA, SDF, ICDS ഫണ്ടുകളും പഞ്ചായത്ത് ഓൺ ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, മെമ്പർമാരായ KA അഭിലാഷ്, MB ധനീഷ്, PA മുഹമ്മദ് കുട്ടി, മൈമുന ഷബീർ, KR സിമി, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ UV ഗിരീഷ്, OS വാസുദേവൻ, E ചന്ദ്രൻ, P പരമേശ്വരൻ, CDPO AR അർച്ചന എന്നിവർ സംസാരിച്ചു. AA സരീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു.
കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദിശ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് മെമ്പർ കെ മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നയൂർ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും വേല മഹോത്സവത്തിന്റെ കൊടിയേറ്റവും 17 ദിവസം നീണ്ടു നിൽക്കുന്ന കളംപാട്ട് മഹോത്സവത്തിനും തുടക്കമായി. ബുധനാഴ്ച പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ 7-ന് കളംപാട്ടും 8-ന് വേല മഹോത്സവത്തിന്റെ കൊടിയേറ്റവും നടത്തി. ക്ഷേത്രം ഊരാളൻ കുന്നത്ത് അപ്പുമൂസത്ത് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു. 500ഓളം പേർ പൊങ്കാലയിൽ പങ്കെടുത്തു. 10-ന് പൊങ്കാല സമർപ്പണവുമുണ്ടായി. വൈകിട്ട് വേലെഴുന്നള്ളിപ്പ്, ദീപാരാധന എന്നിവ നടന്നു. കല്ലാറ്റുമന ഹരിക്കുറുപ്പ് കാർമ്മികത്വം വഹിക്കുന്ന 17 ദിവസം നീണ്ടു നിൽക്കുന്ന കളംപാട്ടിന് ഇതോടെ തുടക്കമായി. ഫെബ്രുവരി 9 താലപ്പൊലി മഹോത്സവ ദിവസം ദണ്ഡൻ സ്വാമിയുടെ കളമെഴുത്തും പുലർച്ചെ 5 മണിക്ക് ഗുരുതിയും ദണ്ഡനാട്ടവും നടത്തി. ഈ വർഷത്തെ മഹോത്സവത്തിന് സമാപനമാകും. മാതൃസമിതി പ്രസിഡന്റ് ഷീജ മോഹൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ സവിത, ശാന്ത ഹരിദാസൻ, വസന്ത, ജയ ബാലകൃഷ്ണൻ, രാധ അപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രം ഭാരവാഹികളായ ദയാനന്ദൻ മാമ്പുള്ളി, വിജയൻ കാരയിൽ, മോഹൻ ഈച്ചിത്തറ, ബാബുരാജ്, രമേശൻ ചന്ദിരത്തിൽ, മുകുന്ദൻ എളയച്ചാട്ടിൽ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ് പുന്നയൂർകുളം. കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടവലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പെരുമ്പിലാവ് പൂയംകുളത്ത് 1 ഏക്കർ സ്ഥലത്താണ് വെണ്ട, മുളക്, തക്കാളി, വഴുതന, പയർ തുടങ്ങി വിവിധയിനം പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് കർഷക ഉപദേശക സമിതി ചെയർമാൻ M. ബാലാജി നിർവഹിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ ട്രഷറർ പീതാംബരൻ, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മോഹനൻ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം ഭാരവാഹി അസീസ്, സുധീഷ്, ജ്യോതിഷ്, ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ ചിറളയം BCGHSൽ അനധ്യാപക ദിനം ആചരിച്ചു. അനധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിൽ 31 വർഷക്കാലം സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ച് വിരമിച്ച മുൻ അനധ്യാപകനായിരുന്ന MT തോമസ് മുഖ്യാതിഥിയായി. അധ്യാപകരായ പ്രിൻസി പീറ്റർ, മിന്നു ജോസഫ്, ബിൻസിമോൾ, ലോക്കൽ മാനേജർ സിസ്റ്റർ ആനി മരിയ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും ഉണ്ടായി. ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുത്ത 2 കുട്ടികൾക്ക് സമ്മാനം നൽകി. ചടങ്ങിൽ MT തോമസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സിസ്റ്റർ സ്മിത SIC സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ വർഗീസ് നന്ദിയും പറഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ പഴഞ്ഞി MG റോഡ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ഒരളവ് വരെ പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതി വിഭാവനം ചെയ്ത കാട്ടകമ്പാൽ പഞ്ചായത്തിനും പ്രസിഡന്റ് ശ്രീമതി രേഷ്മ ടീച്ചർക്കും ഇതിൻ്റെ പുറകിൽ നിന്ന് സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ച ശ്രീമതി ബബില, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുക. രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അടിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ, അതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ആ ഉപയോഗം ക്രമപ്പെടുത്തിയില്ലെങ്കിൽ യന്ത്ര സംവിധാനത്തിന് നിങ്ങളുടെ മോട്ടോർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് തകരാറുണ്ടാവും. കിണറുണ്ടല്ലോ എന്ന് വെച്ചാൽ വെള്ളമില്ല അതിൽ വേണ്ടത്ര, അതാണ് പ്രശ്നം. ജലക്ഷാമം നേരിടുന്ന MG റോഡ് മേഖലയിലെ 50ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാക്കുന്നത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 11 ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഭൂജല വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ സുഗതൻ, മിന്റോ റെന്നി, ബിന്ദു മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KT ഷാജൻ മാസ്റ്റർ, പ്രദീപ് കൂനത്ത്, സിന്ധു, ഭൂജല വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധർമ്മപ്രകാശ് എന്നിവർ സംസാരിച്ചു. പദ്ധതി ഭാരവാഹികളായ VS സിനീഷ്, സൂരജ് VS, ജോബ് വാഴപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിന് വാർഡ് മെമ്പർ ബബിത ഫിലോ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പെരുമ്പിലാവിൽ നടക്കുന്ന SKSSF ജില്ലാ സമ്മേളനത്തിന്റെ മനുഷ്യജാലികയുടെ ഭാഗമായി മേഖലാ കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ജില്ലാ സമ്മേളനം. ജാഥ ക്യാപ്റ്റൻ അബ്ദുൾ നാസർ റഹ്മാനി, വൈസ് ക്യാപ്റ്റൻ നാസർ കടവല്ലൂർ, ജാഥ കോർഡിനേറ്റർ സിദ്ദിഖ് ബദ്രെ എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് പള്ളിക്കുളത്ത് നിന്ന് ആരംഭിച്ച ജാഥ വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചുരക്കൽ സെന്ററിലെത്തി. തുടർന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പന്നിത്തടം സെന്ററിൽ സമാപിച്ചു.
സമാപന സമ്മേളനത്തിൽ സാലിഹ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് അലവി ഫൈസി കോട്ടോൽ, റഫീഖ് ഫൈസി കൊരട്ടിക്കര, ഹുസൈൻ നുജ്മി കൊരട്ടിക്കര, മുസ്തഫ ഫൈസി വില്ലന്നൂർ, ഷെഫീഖ് അൻവരി ആൽത്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധയിടങ്ങളിൽ നൽകിയ സ്വീകരണങ്ങളിൽ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, സമസ്ത പോഷക സംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി വടക്കുംഭാഗ പൂജ നടത്തി. മകരത്തിലെ മകീര്യം നാളിൽ ദേവസ്വത്തിന്റെയും വിവിധ ഉത്സവ കമ്മിറ്റികളുടെയും ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി രാത്രിപൂരത്തിന് ശേഷമാണ് താലപ്പൊലി നടന്നത്. ക്ഷേത്രപാലകൻ, ദേവി അനുചരന്മാർ തുടങ്ങിയവർക്കുള്ള പൂജയ്ക്ക് ശേഷം ക്ഷേത്രകോമരം കലശമാടിയതിനു ശേഷമാണ് ദേവീക്ഷേത്ര നട തുറന്നത്. പൂജയോടനുബന്ധിച്ച് രാവിലെ കളം, നാളികേരം മുടക്കൽ എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ അയ്യർ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ബാബു KS തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും അഷ്ടാംഗം ആയുർവേദ കോളേജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഒല്ലൂർ വൈദ്യരത്നം ആശുപത്രിയുടെ സഹകരണത്തോടെ പ്രമേഹമുക്തി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും റിപ്പബ്ലിക് ദിനാഘോഷവും സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ 1 മണിവരെ PFA ക്ലബിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനു വിനോദ് ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ ഉപഭോക്താക്കൾക്കായി കൂടുതൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കി. കേരള വസ്ത്രാലയത്തിന് നേരെ പിൻഭാഗത്തായി യേശുദാസ് റോഡിൽ ഒരേ സമയം നിരവധി കാറുകൾ ഒന്നിച്ച് പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന അതിവിശാലമായ പുതിയ കാർ പാർക്കിംഗ് ബുധനാഴ്ച രാവിലെ 8:30 ഉദ്ഘാടനം നിർവഹിച്ച് ഉപഭോക്താക്കൾക്കായി തുറന്നു നൽകി. ആർത്താറ്റ് സിംഹാസനപ്പള്ളി വികാരി ഫാദർ ബാബു ജോസഫ് കൂദാശ കർമ്മം നിർവഹിച്ചു. മികച്ച സെലക്ഷനും വിലക്കുറവും 90 വർഷത്തെ മികച്ച സേവന പാരമ്പര്യവുമുള്ള കുന്നംകുളം കേരള വസ്ത്രാലയം സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള പുതിയ കാർ പാർക്കിംഗ് ഏരിയ ഒന്നുകൂടി മാറ്റുകൂട്ടുന്നതായി സ്ഥാപന ഉടമ റെജി ചെറുവത്തൂർ പറഞ്ഞു. ഒരു കുടുംബത്തിനു വേണ്ട എല്ലാ ഇനം തുണിത്തരങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഏറ്റവും പുതിയ കളക്ഷനുകളിൽ കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഉയർന്ന ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ലഭിക്കുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ സമീപ പ്രദേശത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CCTV ന്യൂസ്, കുന്നംകുളം. ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതി ഗുരുവായൂർ CCയുടെ 870ാമത് പ്രോഗ്രാമായ കൊച്ചിൻ കളിയരങ്ങ് അവതരിപ്പിക്കുന്ന നാടകം പ്രണയകാവ്യം വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകം അരങ്ങേറുക. ചൊവ്വനൂർ മാർത്തോമ LP സ്കൂളിലെ മലയാള മനോരമ നല്ല പാഠം ക്ലബ്ബ് തയ്യാറാക്കി നിർമ്മിച്ച ഷോർട്ട് ഫിലിം മധുര നെല്ലിക്കയുടെ പ്രകാശനവും ഈ വർഷത്തെ നല്ല പാഠം പദ്ധതികളുടെ സമാപനവും നിയുക്ത ജില്ലാ ജഡ്ജി KN പ്രശാന്ത് നിർവഹിച്ചു. ചടങ്ങിൽ നിയുക്ത ജഡ്ജിയെ സ്കൂൾ PTAയും മാനേജ്മെന്റും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഈ വർഷത്തെ നല്ല പാഠം പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടും ഷോർട്ട് ഫിലിമിന്റെ പകർപ്പും മനോരമ ലേഖകൻ ഗിരീഷ് കുമാറിന് സ്കൂൾ അധികൃതർ കൈമാറി. സിനിമാ നിർമ്മാണത്തിൽ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെയും അനുമോദിച്ചു. PTA പ്രസിഡന്റ് KV രമേശ്, സ്കൂൾ മാനേജർ അജിത് M ചീരൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ KG സൈജു, സിനിമ സംവിധാനം ചെയ്ത സ്വപ്ന പോളി, താരം ഋഷിമ, രാജീവ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം അഗതിയൂർ കണ്ടംപുള്ളി പരേതനായ അപ്പുക്കുട്ടി ഭാര്യ ശാന്തനിര്യാതയായി 91 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പൊതുശ്മശാനത്തിൽ നടന്നു. പരേതയായ ലീല, രാജൻ, രമ, രവി, പരേതനായ ശശി, മല്ലിക, ഹരിദാസൻ, മഹേശ്വരൻ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് അരമനയ്ക്ക് സമീപം താമസിക്കുന്ന വലിയ പുരയ്ക്കൽ അപ്പുക്കുട്ടി നിര്യാതനായി 76 വയസ്സായിരുന്നു. ലീല ഭാര്യയാണ്, വിഷ്ണു മകനാണ്. സംസ്കാരം ഗുരുവായൂർ വാതക ശ്മശാനത്തിൽ നടന്നു. കുന്നംകുളം കോട്ടയിൽ റോഡ് പരേതനായ ചീരൻ ചേറുമകൻ ഡേവിസ് നിര്യാതനായി 81 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം സെന്റ് പോൾ CSI പള്ളി സെമിത്തേരിയിൽ നടക്കും. വീനസ് ഭാര്യയാണ്, ഫെമിൻ സജിത് മകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ മത്സരം സംബന്ധിച്ചുള്ള മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ TN പ്രതാപൻ MP. കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന മുൻ നിലപാട് തിരുത്തി. മത്സരം UDFും LDFും തമ്മിലാണെന്ന് പറഞ്ഞ TN പ്രതാപൻ തൃശൂരിൽ BJP ഇത്തവണയും 3ാം സ്ഥാനത്താവുമെന്നും വ്യക്തമാക്കി.
വാഹനാപകടങ്ങൾ. ഗുരുവായൂരിൽ വിവാഹത്തിനെത്തിയ സംഘത്തിന്റെ ജീപ്പ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് 2 പേർക്ക് പരിക്ക്. പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. പൂവത്തൂരിൽ ടോറസ് കയറി സ്കൂട്ടർ യാത്രികയായ വിദ്യാർത്ഥിനി മരിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന്റെ ഒരു വശം പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് പണിതിട്ടുള്ളതെന്ന് താലൂക്ക് സർവേ സംഘത്തിന്റെ അളവെടുപ്പിൽ കണ്ടെത്തി. അളവെടുപ്പ് നടത്തിയത് വാർഡ് മെമ്പർ MC ഐജുവിന്റെ പരാതിയിൽ. കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ സർക്കാർ നല്ല ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ലിംഗസമത്വത്തിലേക്കുള്ള പ്രയാണത്തിന് വിഘാതമാകുന്ന സാഹചര്യങ്ങളെ നേരിട്ട് വിജയം നേടാൻ സാധിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. തീരദേശ മേഖലാ ക്യാമ്പയിന്റെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഏകോപന യോഗം സതീദേവി ഉദ്ഘാടനം ചെയ്തു. വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊടുവിൽ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ കുടുംബശ്രീ പദ്ധതിയായ പിങ്ക് കഫേ തുറന്നു പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. കോൺഗ്രസ് നൽകിയ പരാതികൾ പിൻവലിക്കാൻ കോൺഗ്രസ് CPM നേതാക്കളുടെ യോഗത്തിൽ ധാരണയായതിനെ തുടർന്നാണ് കഫേ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.